Hey, hello. Again, welcome back to our channel. It's me, the Lady Lunar. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ബ്രില്യൻറ്റിൽ സ്റ്റാർട്ടായ ടൈമിൽ ആ ഒരു ആദ്യത്തെ ദിവസം നല്ല റിസ്കി ഷെഡ്യൂൾ വെച്ചിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളെ കാണിക്കാനായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. റിസ്കി ഷെഡ്യൂൾ എന്ന് പറയാൻ കാരണം അത് കഴിഞ്ഞിട്ട് 2 ദിവസം ഇപ്പം ഞാൻ ഇന്നിരുന്ന് പഠിക്കുകയാണെങ്കിൽ എനിക്ക് മറ്റന്നാളാണ് എക്സാം വരുന്നത്. അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ 26-ന് എന്തോ ആയിരുന്നു ചേർന്നിട്ടുണ്ടായിരുന്നത്. 28-നായിരുന്നു എക്സാം വന്നിട്ടുള്ളത്. 28-ന് NCERT എക്സാമും പിന്നെ വേറെ 2 എക്സാമായിട്ട് പിറ്റേ ദിവസം സൺഡേ ആയിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ പെൻഡിങ്ങൊക്കെ ഒന്ന് തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോഴും തീർന്നിട്ടില്ല. ഇൻഷാ അള്ളാ ഒരു 2-3 ദിവസത്തിൽ അത് തീരും. അപ്പോൾ അന്ന് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് മോസ്നിനെ സ്ട്രേറ്റ് ലൈന്, പിന്നെ കെമിസ്ട്രിയിൽ നിന്ന് സ്ട്രക്ചർ ഓഫ് ആറ്റം, അതേപോലെ ബയോളജിയിൽ നിന്ന് ആകെ വന്നിട്ടുണ്ടായത് ആനിമൽ കിങ്ഡം ആയിരുന്നു. ആനിമൽ കിങ്ഡം ഞാൻ ഓൾറെഡി പഠിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് വലിയ സീൻ തോന്നിയില്ല. എന്നാൽ പോലും അവരെ ക്ലാസ് അത്രയും ലെങ്ത് കൂടിയപ്പോൾ എനിക്ക് പേടിയായി. എന്താണെന്ന് വെച്ചാൽ ഞാനാണെങ്കിൽ NCERT ജസ്റ്റ് വായിച്ചിട്ട് പഠിച്ച് അങ്ങനെ പോവുകയാണ് ചെയ്തത്. ഇവരാണെങ്കിൽ അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് ഓരോന്നും പറയുന്നത്. അതായത് ഓരോ വേർഡിനും എന്തൊക്കെ അർത്ഥമുണ്ട്, എങ്ങനെയാണ് ഈ സംഭവം എന്ന് കറക്റ്റ് വിവരിച്ചാണ് പറയുന്നത്. അപ്പോൾ ഞാൻ മാത്രം ഇങ്ങനെ വായിച്ചു പോയിട്ട് വലിയ കാര്യം ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നി. പിന്നെ എക്സാം ഞാൻ അറ്റൻഡ് ചെയ്തു. എക്സാം അറ്റൻഡ് ചെയ്തപ്പോഴും വലിയ പ്രശ്നമില്ല. പക്ഷേ എനിക്കറിയാത്ത കുറേ സംഭവങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ബയോളജിയിൽ നിന്ന്. അപ്പോൾ ഞാൻ ഈവൻ ഇപ്രാവശ്യം സമ്മറി ഒക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സമ്മറി വായിച്ചാലില്ലെങ്കിലും അതിൽ നിന്ന് പല കാര്യങ്ങളും എനിക്ക് അറിയാത്ത വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരുതി ഇനി അതും കൂടി ഉൾപ്പെടുത്തി പഠിക്കണമെന്ന്. ഇവരുടെ കെമിസ്ട്രിയാണ് ഞാൻ ആദ്യം നോക്കിയത്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് കഴിഞ്ഞ കൊല്ലം അവിടെ എടുത്തതിൽ കെമിസ്ട്രിയാണ് ഇഷ്ടപ്പെടാതെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടുത്തെ ക്ലാസ് എങ്ങനെയാണെന്ന് അറിയാൻ ഞാൻ ആദ്യം നോക്കിയത് കെമിസ്ട്രി ആയിരുന്നു. ഇവർ NCERT ആണ് പറയുന്നത് എന്ന് അറിയാതെയാണ്. ഞാൻ NCERT ഇതുവരെ വായിച്ചിട്ടില്ല. അപ്പോൾ ഇവൻ ഒരു തവണ പോലും വായിച്ചിട്ടില്ല. ശരിക്കും നമ്മൾ ഒരു തവണയെങ്കിലും വായിക്കണം എന്നാണ്. എന്നാലും ഞാൻ വായിച്ചിട്ടില്ല. പക്ഷേ ഇവരെ ക്ലാസ് കണ്ടിട്ട് ഞാൻ പിന്നെ ടെക്സ്റ്റ് ഒന്ന് എടുത്ത് നോക്കി. എന്നാൽ ഇപ്രാവശ്യം വായിച്ച് നോക്കാമല്ലോ വെച്ചിട്ട്. അപ്പോൾ ഇവരുടെ നോട്ടും ഈ NCERT ടെക്സ്റ്റ് എന്ന് പറയുന്നത് സെയിം ആണ്. ലൈക്ക് അച്ചടിച്ച പോലെയാണ്. പക്ഷേ നമുക്കിത് എനിക്ക് മനസ്സിലായതില്ല. പക്ഷെ അവരുടേതായിട്ട് കുറച്ച് ആൾട്ടർനേഷൻസ് വരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും അത്രയും ഡീപ്പായിട്ടാണ് അവർ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് NCERT ഭയങ്കര ഈസി ആയിട്ട് വായിക്കാൻ പറ്റി. അതെനിക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നി. ഇത് ഞാൻ രാവിലെ തൊട്ടിട്ട് ഉച്ച വരെയുള്ള വീഡിയോ ക്ലിപ്സ് മാത്രമേ ഇതിലുള്ളൂ. കാരണം പിന്നെ ഞാൻ കുറേ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം കുറേ കഴിഞ്ഞിട്ടാണ് ഇരുന്ന് പഠിച്ചത്. അപ്പോൾ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനുള്ളൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ഇത്രയൊക്കെ നോക്കിയെങ്കിലും ഞാൻ കെമിസ്ട്രിക്ക് ലൈക്ക് അത്രയ്ക്ക് അറ്റൻഡ് ചെയ്തിട്ടില്ല. ഓൾറെഡി ഒരു വയ്യായ്ക ഉള്ളതുകൊണ്ട് ഞാൻ അത് വല്ലാണ്ട് അറ്റൻഡ് ചെയ്തിട്ടില്ല. ഫിസിക്സിന് പിന്നെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഫിസിക്സ് ഞാൻ ക്ലാസ് തീരെ നോക്കിയിട്ടില്ല. കാരണം എനിക്ക് ഫിസിക്സ് ഞാൻ ഉച്ചയ്ക്ക് ശേഷം നോക്കിയത്. ആ ടൈമിൽ സാധാരണ എനിക്ക് അല്ലെങ്കിൽ ഉറക്കം വരാത്തതാണ്. പക്ഷേ ഫിസിക്സ് നോക്കുമ്പം എനിക്ക് പെട്ടെന്ന് ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ അതെടുത്തില്ല. പിന്നെ രാവിലെ ഞാൻ പത്തിരി, ചപ്പാത്തി, പിന്നെ ചിക്കൻ കറി അങ്ങനെ ആയിരുന്നു ഞങ്ങൾ ഫുഡ്. അന്ന് വീട്ടിൽ ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ചുകൂടി സ്പെഷ്യലാക്കിയിട്ടാണ് ചപ്പാത്തി അങ്ങനെയൊക്കെ കുറച്ചധികം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. വെറൈറ്റീസ് ഓഫ് തിങ്സ് ഉണ്ടായിരുന്നു. ഞാൻ ഒരു ചപ്പാത്തിയും 2 പത്തിരി അത് മതിയായിരുന്നു. പിന്നെ ഞാൻ ഈ കോപ്രായം കാണിക്കുന്നത് ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. ഇങ്ങനെ ഓരോന്ന് എഴുതിയിട്ട് അതിലിങ്ങനെ കളർ ചെയ്ത് ഒരു ഐ ഡോണ്ട് നോ വൈ, പക്ഷെ എനിക്കിഷ്ടമാണ് സംഭവം. സാധാരണ എൻ്റെ പേര് എഴുതിയിട്ട് ഇങ്ങനെ കളർ ചെയ്ത് വെക്കുകയാണ് ചെയ്യാറ്. പക്ഷെ ഇപ്രാവശ്യം ഞാൻ ഒന്ന് മാറ്റി പിടിക്കാം, ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഡോക്ടർ എന്ന് എഴുതി വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്കാണെങ്കിൽ അത് ഭയങ്കര ഇഷ്ടമാവുകയും ചെയ്തു. അന്ന് രാവിലെ ഞാൻ ഒരു 5:30 ടൈമിലാണ് എണീറ്റിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നേരെ പഠിക്കാനിരിക്കുക ചെയ്തത്. അത് കറക്റ്റ് ഞാനൊരു 8:30 വരെ ഒരു സ്ട്രെച്ചിൽ ഇരുന്നിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. 3 hours ഓഫ് സെഷൻ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ലുഡോ കളിച്ചു. ലുഡോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊരു 10 മിനിറ്റിനുള്ളിൽ തീർത്തു ഗെയിം കളിക്കുന്നത്. ഞാൻ കമ്പ്യൂട്ടറായിട്ടാണ് മെയിനായിട്ട് കളിക്കാറ്. എനിക്ക് ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ താല്പര്യമല്ല. അതുകൊണ്ട് ഞാൻ കമ്പ്യൂട്ടറാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ലുഡോയിൽ കേട്ടോ.
പിന്നെ എനിക്ക് കുറച്ച് കാൽക്കുലേഷൻ സ്പീഡ് കൂട്ടണമെന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന സംഭവമാണ് ഇങ്ങനെ ഒരു പേപ്പർ എടുത്തിട്ട് ഞാൻ എനിക്കിഷ്ടമുള്ള നമ്പറൊക്കെ എഴുതി വെച്ചിട്ട് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക, കുറച്ച് സ്പീഡ് കൂട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. തോന്നിയ നമ്പറൊക്കെ എടുത്ത് വെക്കും, എന്നിട്ട് ഞാനത് ഇങ്ങനെ ഇരുന്ന് ചെയ്യും. അതേപോലെ ഞാൻ സ്ക്വയർ റൂട്ട്സ് ഒക്കെ ഇരുന്ന് പഠിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അതിപ്പോൾ ഏകദേശം ഒരു 15 ഒരു 50 വരെയൊക്കെ ഉള്ളത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. റൂമിലിരുന്ന് പഠിത്തപ്പോൾ ഞാൻ ഹാളിലോട്ട് വന്നു. പിന്നെ അവിടെ ഇരുന്നിട്ടാണ് കുറച്ച് നേരം ഇരുന്ന് പഠിച്ചത്. കാരണം എൻ്റെ ടാബിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. ഞാനൊരു ചാർജ് അഡിക്റ്റ് ആണ്. ചാർജ് ഒരു 70% ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ കുറച്ച് എന്താ അറിയില്ല, എനിക്ക് ചാർജ് കുറയുന്നത് ഇഷ്ടമല്ല. പിന്നെ ഞാൻ ബയോളജി എടുത്തു, ആനിമൽ കിങ്ഡം. ആ സാർ അപ്പോൾ പറയുന്നുണ്ടായിരുന്നു NCERT എന്ന് പറയുന്നത് സിലബസ് അല്ല. NCERT നമുക്ക് പഠിക്കാനുള്ള ഒരു ബുക്ക് മാത്രമാണ്. സിലബസ് എന്ന് പറയുമ്പം കറക്റ്റായിട്ട് അവർ ഒരു പാറ്റേണിൽ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. നമുക്കറിയാത്ത കുറേ കാര്യങ്ങൾ അതിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നമുക്കെന്നാ പറയുന്നത്, എനിക്ക് അറിയാത്തൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അത് ഞാൻ നോക്കിയിരുന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ നോട്ട് പോലെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം സാധാരണ ഞാൻ ബയോളജിക്ക് നോട്ട് എഴുതാറില്ല. പക്ഷേ ഇവരുടെ ക്ലാസ് പറഞ്ഞാൽ അത്രയും ഡീപ്പായിട്ട് എടുക്കുകയാണ്. ആ സാർ എന്തായാലും എല്ലാം അത്രയും നേരം ഇരുന്നിട്ട് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ഞാൻ എൻ്റെ മടി കൊണ്ടല്ലേ ഇപ്പം അത് പഠിക്കാതെ ഇതായിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ അത് എഴുതാമെന്ന് വിചാരിച്ചു. അത് ഞാൻ എഴുതുകയും ചെയ്തു, ആ നോട്ട് വേറെ ഇരുന്ന് പഠിക്കുകയും ചെയ്തു. എന്നിട്ടാണ് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ക്വസ്റ്റ്യൻസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതൊരു 4 hour സെഷനായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ നോട്ട് എഴുതി വെച്ച് റിവൈസ് ചെയ്യുകയും ചെയ്തു. അത് കഴിഞ്ഞ് നല്ല ചൂടുള്ള ബീഫ് ബിരിയാണിയും അമ്പഴങ്ങ അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചു. പിന്നെ ഞാൻ റൂമിലിരുന്ന് പഠിക്കുകയാണ് ചെയ്തത്. വോയിസിന് ചെറിയ പ്രശ്നം ഉണ്ടാകും, ത്രോട്ട് പെയിൻ ഉള്ളതാണ്. അപ്പം എന്നാൽ അത്രയേ ഉള്ളൂ. ബൈ.